വിനോദയാത്രയ്ക്കിടെ കർണാടകയിലെ ചിക്കമഗളൂരിൽ കാണാതായ പാലക്കാട്ടെ കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസത്തിലേക്ക് കടന്നു. മാണിക്കത്താര വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിന് സമീപം കാണാതായ 14-കാരിക്ക് വേണ്ടി 100-അംഗ ദൗത്യ സംഘമാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. ശ്രീനന്ദയ്ക്കൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സ്ഥലത്ത് തങ്ങുന്നുണ്ട്. തെരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ മനീഷ് മൂർത്തി ചേരും. അതേപോലെ പാലക്കാട് നിന്ന് കാത്തിരിപ്പിലാണ് ബന്ധുക്കളെല്ലാമെന്ന് ഷാരിഖ് നവാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഷാരിഖ് നവാസ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം മനീഷിലേക്ക്. മനീഷ്, വിവരങ്ങൾ, ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? എസ്കെൻ, അല്പസമയത്തിനകം പറഞ്ഞ രീതിയിൽ കുട്ടിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 100 അംഗങ്ങൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ 100 അംഗങ്ങളാണ് തിരച്ചിലിന് ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുമുണ്ട്. മാത്രമല്ല, സ്വകാര്യ ഏജൻസികളിൽ നിന്നുള്ള ആളുകളും ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ചെങ്കുത്തായ ഒരു കൊക്കയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വെള്ളച്ചാട്ടവും ഒക്കെയാണ് ഈ ബാബാഗിരി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ തിരച്ചിൽ കുറച്ച് ദുഷ്കരമാണ്. പ്രത്യേകിച്ചും വൈകുന്നേരമൊക്കെ േക്കും അവിടെ വലിയ ഇരുട്ടും കാര്യങ്ങളും വെളിച്ചമില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആ മേഖല മുഴുവനായിട്ട് പരിശോധിക്കുക എന്നത് തന്നെയാണ് ദൗത്യസംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അംഗങ്ങൾ കുറവായിരുന്നു. ഇന്നലെയൊക്കെ 25-നും 40-നും ഇടയിലുള്ള പോലീസുകാരാണ് അവിടെ എത്തി അന്വേഷണം നടത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത്. അതിനാണ് ഒരു വലിയ ടീമിലേക്ക് എന്തായാലും ഇന്നിപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 100 അംഗങ്ങളുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തുന്നു. അത് ഈ ആൻറ്റി നക്സൽ പറഞ്ഞ പോലെ പരിശോധനകളൊക്കെ നടത്തുന്ന സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലൊക്കെ ഇറങ്ങി പരിശോധന നടത്തി നല്ല പരിചയമുള്ള സംഘമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7-ാം തീയതി വൈകുന്നേരം 5:30 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. അതിനു മുമ്പ് 5:20 കുട്ടി എടുത്ത ഒരു റീലുണ്ട്. അത് മറ്റൊരു ഫോണിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം വളരെ 10 മിനിറ്റ് കൊണ്ടാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. വളരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.